മനുഷ്യരെ മുഴുവനും ചാപ്പകുത്തി അവർക്ക് മേൽവിലാസം കൊടുക്കാൻ ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് എന്ന് ഞാൻ ചോദിക്കട്ടെ? ആരാ നിങ്ങൾക്ക് ആ പണി തന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സിംസാർ ഹഖ് ഹുദവി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ആരോടാണ് ചോദിക്കണമെന്നുള്ളത് അറിയില്ല. എന്തായാലും നിങ്ങളിത് പോയിട്ട് നിങ്ങളെ ഉസ്താദന്മാരെ അടുത്തും ഒക്കെ ഒന്ന് ഇത് ചോദിക്കണം. ആരാണ് നിങ്ങൾക്ക് ഈ ചാപ്പ കുത്താനുള്ള ആ ഒരു പണി തന്നിട്ടുള്ളത് എന്ന് ചോദിക്കൊണ്ടു എന്റെ വീഡിയോക്ക് കമന്റ് ചെയ്യണ കുറെ ആളുകളുണ്ട്. ഇന്ന വഹാബിയും അതുപോലെ മറ്റേ കുറെ ഇതൊക്കെ ആക്കലുണ്ട്. എനിക്ക് ചാപ്പ കുത്താന് ആരാണ് എന്നുള്ളത് പറഞ്ഞു തരണം. ഇനി നമ്മൾ ആരെങ്കിലും ഒക്കെ ശിർക്ക് ആരോപിക്കുന്നുണ്ട് വെച്ചെങ്കിൽ ആ പണി ആരെ തന്നെന്ന് ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യാന്ന് ഇപ്പൊ തന്നെ മറുപടി പറയാം. ശിർക്ക് ചെയ്യണോ മുശരിക്കാണ്? അതിനിപ്പോ ആരും സമ്മതം തരണ്ട, നമുക്ക് മുൻകൂട്ടി സമ്മതം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഉസ്താദ് പറയട്ടെ. ഇന്നവൻ വഹാബിയാണെന്ന് പറയാൻ, ഇന്നവൻ പുത്തനാശയക്കാരനാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇന്നവൻ അഖ്ലുസുന്നയുടെ അഖീദയിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ ആര് നിങ്ങൾക്കതിന് അവകാശം തന്നു? നിങ്ങൾ അതിൽ കിടന്ന മുഴുവൻ ആളാണോ? വ്യക്തമായ ചോദ്യമാണ്. ഒരാളെ വഹാബി, ഞാൻ ഇപ്പൊ അത് പറഞ്ഞേ ഉള്ളൂ അല്ലേ, ഒരാളെ വഹാബിയാണെന്ന് പറയാന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആ ഒരു ആശയം പിൻപറ്റുന്നവനാണെങ്കിൽ, കിതാബ് തൗഹീദ് അത് ഉൾക്കൊള്ളുന്ന ആ കിതാബ് തൗഹീദിന്റെ ആശയം അത് നെഞ്ചേറ്റുന്നവനാണെങ്കിൽ ഓനെ മുസ്ലിം എന്നല്ലേ പറയേണ്ടത്? വഹാബി എന്നാണോ പറയേണ്ടത്? ഇനിയല്ല വഹാബി എന്ന് പറയുകയാണെങ്കിലും അത് ഓക്കെ. കിതാബ് തൗഹീദ് അത് സ്വീകരിക്കുന്നവൻ, അതിൽ മുഴുവൻ തൗഹീദാണുള്ളത്. അത് ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ട് അതിലൊന്നുമില്ല. അതിനെ തള്ളിയിട്ട് വഹാബിയെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആക്ഷേപിക്കുന്ന പോലെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കിതാബ് തൗഹീദോ അല്ലെങ്കിൽ മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് അദ്ദേഹം ഇസ്ലാമിക വിരുദ്ധമായിക്കൊണ്ട് എന്താണ് ചെയ്തത് എന്നാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. അങ്ങനെ ഒന്നുമില്ല. പിന്നെന്താണ്? മൂപ്പര് കുറെ ആളെ കൊന്നു എന്നാ പറയുന്നത്. കുറെ ആളെ കൊല്ലണതാണോ ഒരു ആളെ മനസ്സിലാക്കാൻ? ഈ അദ്ദേഹം കൊന്നത് ആരെയാണ് എന്നുള്ളതൊക്കെ ആ ചരിത്രം മുഴുവനായിട്ടൊക്കെ ഒന്ന് പഠിച്ചു നോക്കണ്ടേ? മൂപ്പർ അന്യായമായിട്ട് ആരെയും കൊന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നുള്ള കാര്യങ്ങള് അത് ആ ഒരു ചരിത്രമാണ്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇദ്ദേഹം പറയട്ടെ, ഉസ്താദ് പറയട്ടെ. നിങ്ങൾ അതിന്റെ അകത്ത് മുഴുവൻ കിടന്ന ആളാണോ എങ്കിൽ നീ പറയേ, എന്നിട്ട് നിങ്ങൾ പറയും എന്താണ് അഹ്ലുസുന്ന എന്ന്. എന്താണ് അഹ്ലുസുന്ന എന്ന് ഇവര് പറയില്ല. ഞങ്ങള് സുന്നികളാണ് എന്ന് പറയും. ആ സുന്നി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹ്ലുസുന്നയാണെന്ന് പറയും. അഹ്ലുസുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ പറയില്ല. അങ്ങനെയാണ് ഉസ്താദ് ഇതുവരെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ പറയും എന്താണ് അഹ്ലുസുന്ന എന്ന് നിങ്ങൾ പറയണം. എല്ലാവരെയും കുറ്റം പറയാ. ആലിമീങ്ങൾ ഒരു സദസ്സിൽ സംസാരിച്ച അപ്പൊ വരും അടിക്കുറിപ്പ്, അപ്പൊ വരും വീഡിയോ, അപ്പൊ കോമഡി. ആലിമീങ്ങൾ ഒരു ഭാഗത്ത് സംസാരിച്ചാല് അത് അഹ്ലുസുന്നയുടെ നിലപാടിൽ നിന്നുകൊണ്ട് ഖുർആനും ഹദീസും അത് വിശദീകരിച്ചാണ് പറയണെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും വന്നിട്ട് വീഡിയോ കാണിച്ചാൽ നമ്മൾ മറുപടി പറഞ്ഞോളാം. ഇത് അങ്ങനെയല്ലേ? ഇത് CM മടവൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്, ഇനിയും കൂടി നിയന്ത്രിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടോളി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇങ്ങനെ പറഞ്ഞാല് ഒരു നിവൃത്തിയില്ല. വീഡിയോ ചെയ്യൂ ഉസ്താദെ. സിംസാർ ഹഖ് ഉസ്താദ് പറയും. ട്രോളുകൾ സഹിച്ചു മടുത്തു. ഇത് നിങ്ങൾ സഹിച്ചു മടുത്തിട്ടൊന്നും കാര്യമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പറയാൻ പാടില്ല. അല്ലാണ് നിയന്ത്രിക്കുന്നത്. മരിച്ചൊരു മനുഷ്യനാണ് മൂപ്പരെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ മൂപ്പരെ ഓതി പഠിച്ച കിതാബൊക്കെ ഇത്രയും കിതാബ് ഓതി എന്നും പറഞ്ഞിട്ട് തലയിൽ കെട്ടും കെട്ടിയിട്ട് പച്ച നോണയല്ലേ പറഞ്ഞത്? പോയി തിരുത്തിയിട്ട് വരിക ആദ്യം. ഇതിനെ ട്രോളരുത്, ഇത് കോമഡി ആക്കരുത് എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞത് ഒന്നുകിലും നിങ്ങൾ പറയണതാണ് സത്യം എന്ന് പറയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. ഇതിന്റെ രണ്ടിന്റെ ഏട്ടയിൽ നിന്നിട്ട് ആ ഒരു പരിപാടി അതൊരു സുഖമുള്ളതല്ല. എന്തായാലും നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞ എന്തായാലും രസമുണ്ട്, കാര്യമാണ്. പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലാഹു എന്നോട് ചോദിക്കും. ഇത്തരത്തിലുള്ള കോപ്രായത്തരങ്ങള് ദീനിന്റെ ചട്ടം വെച്ച് നടക്കുന്ന ആളുകൾ ചെയ്യല്ലേ. നിങ്ങൾ നല്ല എഴുതാൻ കഴിയുന്ന ആളായിരിക്കാം, പറയാൻ കഴിയുന്ന ആളായിരിക്കാം, മുഅ്മിനീ എഴുതാൻ ചെറിയ കഴിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എഴുത്തിനേക്കാളും നല്ലത് പറയലാണെന്ന് തോന്നിയിട്ടാണ് പറയാൻ ഇറങ്ങിയത്. ഇത് ട്രോളരുത് എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ ഇത്രയും നേരം പറഞ്ഞ ഒരു കാര്യത്തെയും ട്രോൾ ചെയ്തിട്ടില്ല. 100% താങ്കൾ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ട്രോളുന്നതാണോ ഇപ്പൊ നിങ്ങളെ പ്രശ്നം? ആണോ? ഇപ്പൊ നേരത്തെ മറ്റേ ആള് പറഞ്ഞത് എന്തേ പറഞ്ഞത്? മൂപ്പരെ ഹയാത്ത് കാലത്തും മരണശേഷവും നിയന്ത്രിക്കുന്നത് CM മടവൂരാന്നാ പറഞ്ഞത്. എന്നിട്ട് ഈ 1990 വരെയും ജീവിച്ച ഒരു മനുഷ്യനെ റളിയല്ലാഹു അൻഹു തർലിയത്ത് ചൊല്ലി. അത് ചെല്ലാൻ പാടുണ്ടോ ഉസ്താദേ?
അതെങ്കിലും നിങ്ങളൊന്ന് പോയിട്ട് തിരുത്തിയിട്ട് വേണ്ടേ പറയാന്, അല്ലേ? ഇത് ട്രോള് അല്ലാതെ എന്താ ചെയ്യാ? നേർക്ക് നേരെ പറഞ്ഞാല് മനസ്സിലാവൂല. മൂപ്പര് അടുത്ത് പോയിട്ട് ഇത് പറയാൻ ശ്രമിച്ചാല് പിന്നെ നിങ്ങള് നല്ല പണ്ടൊക്കെ മഷിട്ട് നോക്കാന്ന് പറയില്ലേ, അങ്ങനെ സംഭവമൊന്നും ഇല്ല എങ്കിൽ പോലും പിന്നെ നിങ്ങള് നല്ല ലോകത്ത് ആരും ചിലപ്പോൾ കാണൂല. അങ്ങനെ ഒരാളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ചേക്കന്നൂർ മൗലവി, അയാളെ പിന്നെ ആരും കണ്ടിട്ടില്ല. അത്രേ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പറയാൻ കഴിയൂല. പിന്നെ വീഡിയോ ചെയ്യുക എന്നുള്ള ഒരു മാർഗേ ഉള്ളൂ. ആ വീഡിയോയിലൂടെ പറയാനുള്ളത് 93-ലോ മറ്റോ മരണപ്പെട്ടു പോയ ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവി എന്ന് പറയുന്ന ഈ കേരളക്കരയിൽ ജീവിച്ചിരുന്ന ഒരാള് മരണപ്പെടുന്നതിന് ഒരു 10 വർഷം മുമ്പ് മാനസികമായിട്ട് നല്ല സുഖമില്ലായിരുന്നു അദ്ദേഹത്തിന്. പുലിമേദീന്റെ പിന്നാലെ കൂടിയിട്ട് വലിയോട് വലിയായിരുന്നു, നല്ലോണം മുറുക്കും ചെയ്യായിരുന്നു, സ്വർണ്ണ കളറിലുള്ള വാച്ചൊക്കെ കെട്ടിയിരുന്നു, ക്ലീൻ ഷേവായിരുന്നു, ഷർട്ടൊന്നും ഇടാണ്ട് മരച്ചേട്ടിട്ട് ഇങ്ങനെ കിടക്കിയിരുന്നു മമ്മൂട്ടി മൂപ്പന്റെ പേരയില്. മൂപ്പര ഔലിയാണെന്നാ പറഞ്ഞത്, പറഞ്ഞോട്ടെ. പക്ഷെ മൂപ്പരാണ് ഈ ലോകം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. മൂപ്പർക്ക് തർലിയത്ത് എല്ലിക്കഴിഞ്ഞാൽ എന്താ നിങ്ങളത് അതിനെ കുറിച്ചൊന്നും പറയാത്തത്? കാന്തപുരം വലിയ മൂലിയരാച്ചിട്ടാ? അങ്ങനെ ഒരു മൂലിയരിന്റെ ചമക്കൊന്ന് കാണണേ. ഈ പറയപ്പെട്ട ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കവിനെ അയാളെ തർലിയത്ത് ചെല്ലുകയാണ്. അത് ചെല്ലാൻ പാടുണ്ടോ? അല്ല ആ ആളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ല പറയണ്ടേ? അല്ല എങ്ങനെ ഇയാളോട് പോയിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് പോയിട്ടാ പറഞ്ഞേക്കണത്? അതോ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നിട്ട് പറഞ്ഞു പോയിക്കുക? എന്ത് നോണയാണ് ഈ പറയണത്? അപ്പൊ അതെന്തെങ്കിലും പറയാത്തത്? അതുപോലെ തന്നെ ഈ ലോകം നിയന്ത്രിക്കുന്നത് മൂപ്പരാണെന്ന് പറഞ്ഞതിന് പുറമെ മൂപ്പരെ തദ്ബീറിലാക്കണം, മൂപ്പരെ അങ്ങനെ നിയന്ത്രിച്ചും കൊണ്ടിരിക്കണം. മൂപ്പരെ മൈത്രിയിൽ കൊണ്ടാക്കുക, മൈത്രിയിൽ നിന്ന് കൊണ്ടുവരിക, എന്നിട്ട് മർക്കസ് കൊണ്ടാക്കുക, മർക്കസ് നിന്ന് കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ഉന്തുവണ്ടിയിൽ ഇരുത്തിയിട്ട് മറ്റേ ആൾക്കാർ ഉന്താനും ഉന്തി കൊടുക്കുന്നത് ആ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണോ ഈ CM മടവൂര് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അതൊക്കെ ഒന്ന് തീരുമാനാക്കിയിട്ട് നമുക്ക് ട്രോളുകാരെയൊക്കെ നമുക്ക് എന്താക്കും കൂടി ഒരുമിച്ച് നിന്ന് ട്രോളാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുപോലെയുള്ള പണ്ഡിത വേഷധാരികള് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിവരക്കേടുകള് അത് ട്രോളപ്പെടുക തന്നെ ചെയ്യും. അതിന് ഉസ്താദ് എന്നല്ല ആരെന്ത് പറഞ്ഞിട്ട് കാര്യമല്ല, അത് കാലത്തിന്റെ കവിനീതിയാണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ പ്രഭാഷണം അവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. ഇങ്ങനെ കുത്തി പറയുന്നവർ, ഏഷണി പറയുന്നവർ, അവര് പക്ഷേ തന്റെ പത്രാസിന്റെയും തന്റെ ഭൗതികമായ താല്പര്യങ്ങളുടെയും ഉള്ളടക്കത്തിൽ നിന്നിങ്ങനെ എപ്പോഴും കാശെണ്ണ എന്ന് പറഞ്ഞാൽ ഭൗതിക താല്പര്യങ്ങളുടെ വലിപ്പങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ. എന്നിട്ട് ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലത്തി തത്തലിഉ അൽ അഫ്ഇദ നാറുല്ലാഹിൽ മൂഖദ അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ. ഹൃദയത്തിലേക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്ന അഗ്നിനാളങ്ങൾ പോലെയാണ് അവന്റെ ഉള്ളിലെ കുശുമ്പ്. മനുഷ്യർക്കെതിരായി പറയാൻ ആഗ്രഹിക്കുന്ന കുശുമ്പ്, മനുഷ്യരെ എങ്ങനെയെങ്കിലും അപഹസിക്കണമെന്ന് ചിന്തിക്കുന്ന കുശുമ്പ്. അതുകൊണ്ട് ആ ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ മനുഷ്യരോട് പ്രവർത്തിക്കുമ്പോ പറയുമ്പോ ഏറ്റവും നല്ല വാക്കുച്ചരിക്കണം. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ വഖൂലു മഅറൂഫൻ ഖൗലൻ മഅറൂഫൻ വഖൂലു ലിന്നാസി ഹുസ്നൻ. എന്തൊരു പ്രയോഗമാണെന്നോ? വഖൂലു ലിന്നാസി ഹുസ്നൻ. ജനങ്ങളോട് നല്ലത് പറയണേ. അവരുടെ വാക്കുകളിൽ അങ്ങനെ ഒരു വശ്യതയുണ്ടാകണം, നന്മയുണ്ടാകണം.